ഹായ് ഗായ്സ്, എക്സിറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വയലിൻ ബേസിക്സ്, വയലിൻ പാർട്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ ഷോൾഡർ റെസ്റ്റ് എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്നായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ, കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ, ഈ ഷോൾഡർ റെസ്റ്റ് നമുക്ക് വയലിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പം ഈ വയലിൻ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഷോൾഡർ റെസ്റ്റ്. അപ്പോൾ ഈ ഷോൾഡർ റെസ്റ്റ് നമ്മൾ വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ കഴുത്തിന് നീളമുണ്ട്, നെക്കിന് നീളം ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഷോൾഡർ റെസ്റ്റ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ റെസ്റ്റ് ഒരു ഷോൾഡർ റെസ്റ്റ് ആണെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്. വയലിൻ്റെ ബോട്ടം സെക്ഷൻ, ബോഡിയുടെ ബാക്കിൽ ബോട്ടം സെക്ഷനിൽ ഈ ഒരു സി ബൗട്ട് ഉണ്ടല്ലോ, ഇതിൽ നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ വയലിൻ്റെ ഷോൾഡർ റെസ്റ്റ് നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ നീളം അനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സ്ക്രൂ ഉണ്ടോ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ തിരിക്കുവാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിപ്പോൾ എൻ്റെ നീളം കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എൻ്റെ കഴുത്തിന് നീളം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകലം കൂടും. അതായത് ഈ ഷോൾഡർ റെസ്റ്റും വയലിൻ്റെ ബാക്കും തമ്മിലുള്ള അകലം കൂടും. ഇപ്പോൾ ഞാൻ ഈ സൈഡിൽ മാത്രം ഞാനിത് അകത്തി. അപ്പോൾ എന്നിട്ടിനി ഞാനിപ്പോൾ ആക്ച്വലി ഇപ്പുറത്തെ സൈഡിലും എനിക്ക് അങ്ങനെ ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് സ്ക്രൂസ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഇതനുസരിച്ച് ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതനുസരിച്ച് ടൈറ്റല്ല, അത് ലെങ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതിങ്ങനെ കറക്കുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഇതിൻ്റെ ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കിത് ആക്ച്വലി നമുക്കിതിപ്പോൾ ഇങ്ങനെ, അപ്പോൾ ഞാനിപ്പം ഈ ഹൈറ്റ് കുറച്ച് കൂട്ടി. ഇപ്പോൾ എൻ്റെ ഷോൾഡർ റെസ്റ്റിൻ്റെ ഹൈറ്റ് ഞാൻ രണ്ട് സൈഡിലും കുറച്ച് കൂട്ടി. ഇപ്പോൾ ഇപ്പോൾ എൻ്റെ കഴുത്തിൽ നീളമുണ്ട്. അപ്പോൾ എനിക്കിതനുസരിച്ച് ഈ ഷോൾഡർ റെസ്റ്റ് ഈ രണ്ട് സൈഡും എനിക്ക് കൂട്ടാൻ പറ്റും. എന്നിട്ട് ഞാൻ അതുപോലെ തന്നെ ഈ ഷോൾഡർ റെസ്റ്റ് നമ്മൾ ഇതുണ്ടോ, ഇതിൻ്റെ ഈ ഹോൾഡറിൽ നമ്മളൊരു ചെറിയ ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ ലോക്കിലത് ടൈറ്റായിട്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഈ സൈഡ് നമ്മുടെ ഷോൾഡറിൻ്റെ മേളിൽ വരുന്ന റെസ്റ്റ് ചെയ്യുന്ന ഇതൊരു തെർമോക്കോൾ പീസാണ്. ഇത് ആക്ച്വലി ഒരു സ്പോഞ്ചാണ് ആക്ച്വലി. ഇത് സോഫ്റ്റാണ്. നമുക്കപ്പോൾ അത് വയലിൻ പ്രസ് ചെയ്യുമ്പോൾ വയലിൻ്റെ ബാക്ക് സൈഡ് നമ്മുടെ ഷോൾഡർ ഇരിക്കുന്നതിനേക്കാളും കംഫർട്ടാണ് ഈ ഷോൾഡർ റെസ്റ്റ് വെച്ച് കഴിയുമ്പോൾ. അതായത് ഞാനിപ്പോൾ ഈ ഷോൾഡർ റെസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ ലോക്കായി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഷോൾഡർ റെസ്റ്റ് പ്ലേസ് ചെയ്യുക. ഇതിപ്പോൾ കണ്ടോ, ഇത് ലോക്കായി. അപ്പോൾ ഇത് ലോക്കായി. ഇനി ഈ സൈഡ് എൻ്റെ ഷോൾഡറിന് മേലെ വന്ന് റെസ്റ്റ് എൻ്റെ ചിന്നിനിടയ്ക്ക് വരും. അതായത് ഇങ്ങനെ. ഇപ്പം ഇതാണ് എൻ്റെ ഷോൾഡറും എൻ്റെ ചിന്നും. ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ ചെയ്യുന്ന കണ്ടോ, ഇപ്പം ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത്.